ഹായ് ഫ്രണ്ട്സ്, ഫിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ചിക്കൻ 65 റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ 65 ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. വിത്ത് ബോണോട് കൂടിയതാണിത്. 1 കിലോ ഉണ്ട് ഇത്. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, 1 സ്പൂൺ മല്ലിപ്പൊടി, സ്പൂൺ നല്ല ജീരകപ്പൊടിയാണിത്, ഇത് കറിവേപ്പില അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ തൈര് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇടുന്ന ഒരു ചെറുനാരങ്ങയുടെ ഹാഫ് അത് പിഴിഞ്ഞ് ഇതിലൊഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കുകയാണ്. 3 സ്പൂൺ കോൺഫ്ലോർ ഉണ്ടത് കൂടി ഇട്ട് കൊടുക്കുന്നു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണിത്. ഇത് 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് നമുക്ക് 2 മണിക്കൂർ മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം നന്നായി ഞാൻ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും നമുക്കിത് വെക്കാം. അപ്പോൾ തന്നെ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അതിനുശേഷം നമുക്കിതിനെ വറുത്തെടുക്കാം. ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് എണ്ണ. ഇതിലേക്ക് നമുക്ക് ചിക്കൻ 1 ബൈ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഞാൻ എണ്ണയിൽ നിന്ന് എടുക്കാൻ പോവാണ്. നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 അതിൽ കരിയാപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് 1 സ്പൂൺ ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീര് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ ടൊമാറ്റോ സോസ് കൂടിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സോസിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ സോസ് എല്ലായിടത്തും ആകുന്നത് വരെ നന്നായി ഒന്ന് ചിക്കന് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഫുഡ് കളർ വേണമെന്നുള്ളവർ കുറച്ച് കളർ കൂടി ആഡ് ചെയ്തോളുക. നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയാണിത്. ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും ബെറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.